കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഒരു സോളാർ പാനൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പാനൽ നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ല രീതിയിൽ റിസൾട്ടും കാര്യങ്ങളുള്ളതുകൊണ്ട് നമ്മൾ വീണ്ടും ഒരു പാനൽ കൂടി സെയിം ടൈപ്പ് തന്നെ അതുപോലെ 300 റേഞ്ചിൽ താഴെ വരുന്ന ഇത്രയും ഔട്ട് കിട്ടുന്ന പാനലും വേറെ വളരെ കുറവാണ്. ഈ ഒരു സോളാർ പാനൽ നമ്മളിവിടെ ഉപയോഗിച്ച് നോക്കിയ സമയത്ത് അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും സെയിം ടൈപ്പ് തന്നെ ഒരെണ്ണം കൂടി വാങ്ങിയത്. അതുപോലെ ഈ ഒരു സിംഗിൾ പാനൽ ഉപയോഗിച്ചാൽ നമുക്ക് ഒരുപാട് കപ്പാസിറ്റി കൂടിയ ബാറ്ററി നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു പാനൽ ഉപയോഗിച്ച് ഞാനിവിടെ ബാറ്ററി ചാർജ് ചെയ്ത സമയത്ത് 3.7 വോൾട്ടിൻ്റെ ലിഥിയം അയൺ ബാറ്ററിയാണ് എടുത്ത് 2200 mAh. അപ്പോൾ ഈ ഒരു ബാറ്ററിയൊക്കെയാണ് ഒരു ദിവസം കൊണ്ട് ചാർജ് ആയി കിട്ടുള്ളൂ. അങ്ങനെ നമുക്ക് ചാർജ് എടുക്കുന്ന ബാറ്ററി കൊണ്ട് ഏകദേശം ഒരു 8 മണിക്കൂറൊക്കെ ബാക്കി പെട്ടുന്ന ലൈറ്റ് ഉണ്ടാക്കി എടുക്കുന്ന വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ ഒരു പാനൽ ഉപയോഗിച്ച് നോക്കിയ സമയത്ത് അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ സെയിം പാനൽ ഒരെണ്ണം കൂടി വാങ്ങിയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സെയിം പാനൽ ഈ തവണ വാങ്ങിയ സമയത്ത് 288 രൂപയാണ്. അതുപോലെ ഞാൻ ഈ ഒരു പാനൽ ഉപയോഗിച്ച് നോക്കിയിട്ട് അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഈ ഒരു സെയിം പാനൽ തന്നെ വീണ്ടും വാങ്ങിയത്. ഇതിൻ്റെ ഒരു മൈനസായിട്ട് പറയാനുള്ള ഇതിൻ്റെ സൈഡിൽ ആ ഒരു ഫ്രെയിം പ്ലാസ്റ്റിക്കാണ്. നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് കാണിക്കുന്ന ആ ഒരു പാനലൊന്നും അല്ല നമുക്ക് കിട്ടുന്നത്. അതിനകത്ത് കാണിക്കുന്ന 2.5 വാട്ട്സിൻ്റെ പാനലാണ്. പക്ഷെ നമുക്കിവിടെ കൈ കിട്ടുന്നതെല്ലാം 3 വാട്ട്സിൻ്റെയാണ്. പിന്നെ 2 തവണ ഓർഡർ ചെയ്തു, 2 തവണ കിട്ടിയതും ഈ ഒരു വേറെ ടൈപ്പ് പാനലാണ്. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ ചെറിയ സോളാർ പാനൽ വാങ്ങാൻ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ 4 ഇരട്ടി പൈസയായിരിക്കും കടയിലാവുന്നത്. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ നോക്കിയാലും ചെറിയ പാനൽ കിട്ടും, ചെറിയ മൊഡ്യൂൾ പോലത്തെ പാനൽ. അപ്പോൾ അതിൽ നിന്നും ഒന്നും ആവില്ല. ഇതുപോലെയുള്ള ബാറ്ററിയൊന്നും ഒരിക്കലും ചാർജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇത്രയുള്ള ഈ ഒരു സൈസിൽ വരുന്ന ഈ ഒരു പാനൽ ഉപയോഗിച്ചിട്ട് പോലും നമുക്ക് 2200 mAh ബാറ്ററിയൊക്കെയാണ് ഏകദേശം ഒരു ദിവസത്തെ വെയിൽ കൊണ്ട് നമുക്ക് ചാർജ് ആക്കി എടുക്കാൻ പറ്റും. ഈ ഒരു സെയിം ടൈപ്പ് പാനൽ നമ്മൾ വീണ്ടും ഒരെണ്ണം കൂടി വാങ്ങാനുള്ള കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ലൈറ്റ് സ്ക്രാപ്പ് കടയിൽ നിന്ന് എടുത്ത് റീസ്റ്റോർ ചെയ്യുന്ന വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ ലൈറ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു എമർജൻസി ലൈറ്റിന് നമ്മൾ ഉപയോഗിച്ചേക്കുന്ന ഇതുപോലത്തെ ലിഥിയം അയൺ ബാറ്ററി 4 എണ്ണമാണ്. അപ്പോൾ അത് ചാർജ് ആയി കിട്ടണമെങ്കിൽ നമുക്ക് ഇതുപോലത്തെ 2 പാനലെങ്കിലും മിനിമം വേണം. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഇന്ന് ചെയ്യുന്നില്ല, നമ്മളത് അടുത്ത ദിവസത്തേക്കാണ് ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു പാനൽ വാങ്ങാനുള്ള ലിങ്കും ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തേക്കാം. അതുപോലെ ഇങ്ങനത്തെ 2 പാനൽ വാങ്ങുന്നതിനേക്കാളും നല്ലത് സിംഗിളായിട്ടുള്ള പാനൽ മേടിക്കാൻ കിട്ടും, വാട്ട്സ് കൂടി. അപ്പോൾ അങ്ങനത്തെ പാനൽ വാങ്ങുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ സ്ക്രാപ്പ് ഐറ്റംസ് എടുത്ത് റീസ്റ്റോർ ചെയ്യുന്ന വീഡിയോ ആയിട്ടും ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മുടെ വീഡിയോ എല്ലാം കണ്ട് നമ്മുടെ വീടിനടുത്തുള്ള ഒരാൾ തന്ന ഇലക്ട്രോണിക് ത്രാസാണ്, അതായത് തൂക്കമൊക്കെ നോക്കുന്ന മെഷീൻ. ത്രാസ്ന്നാണോ ത്രാസ്ന്നാണോ എനിക്ക് കറക്റ്റ് എനിക്കറിയില്ല. ഇത് നമ്മുടെ ഈ കിട്ടിയ സമയത്ത് തോണാവുന്നില്ലായിരുന്നു, ഫുള്ളെല്ലാം തുരുമ്പെടുത്ത് കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ ഇത് നന്നാക്കി എടുക്കാൻ വേണ്ടി തന്നല്ല, അത് ജസ്റ്റ് ഒന്ന് ഓണാവുമെന്നൊക്കെ അറിയാൻ വേണ്ടി നമുക്കൊരു വീഡിയോ ചെയ്യാനൊക്കെ ആയിട്ട് തന്നതാണ്. അതുപോലെ നമ്മുടെ കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ട എല്ലാവരും തന്നെ കമൻറ്റ് ചെയ്ത കാര്യം ഇനിയും റീസ്റ്റോറേഷൻ വീഡിയോ ചെയ്യണമെന്നായിരുന്നു. അതുകൊണ്ട് ഇനിയും നമ്മൾ തീർച്ചയായിട്ടും റീസ്റ്റോറേഷൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത ഈ ഒരു ലൈറ്റ് റീസ്റ്റോറേഷൻ വീഡിയോ ആയിരുന്നു. അപ്പോൾ ഈ ലൈറ്റ് നമ്മൾ ആക്രിക്കടയിൽ നിന്ന് 100 രൂപയ്ക്ക് വാങ്ങിയതാണ്. ഇതിനുള്ള ബാറ്ററി നമുക്ക് ആക്രിക്കടയിൽ തന്നെ കിട്ടി. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഈ ഒരു ഇലക്ട്രോണിക് ത്രാസാണ്. അപ്പോൾ ഇത് നിലവിൽ ഓണാവുന്നില്ല, ഫുള്ളായിട്ട് തുരുമ്പെടുത്ത് പോയേക്കുവാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരാൾ നമുക്കൊരു വീഡിയോ ചെയ്യാനായിട്ടുള്ള രീതി തന്നാണ്. ഏകദേശം 2016 വരെ ഇത് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് സൈഡാക്കിയ സമയത്ത് ഇത് എല്ലാം ഈ രീതിയിലായി പോയി എന്നാണ് പറഞ്ഞത്. അതുപോലെ നമ്മൾ ഇതുപോലത്തെ റീസ്റ്റോറേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ ഇതിൻ്റെ പവർ കേബിൾ ആദ്യം കൊണ്ട് കറണ്ട് കുത്തി ഓണാക്കി നോക്കരുത്. ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥ എന്തൊക്കെയാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അതുപോലെ ഇത് അഴിച്ചെടുക്കലും നല്ലൊരു പണിയാണ്. ഇതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളെല്ലാം തുരുമ്പാണ്. ഇതിന് തുരുമ്പ് കയറാത്ത ഭാഗങ്ങൾ വളരെ കുറവാണ്. അതുപോലെ ഈ ഒരു ത്രാസിൻ്റെ ഉള്ളിലെ സെറ്റപ്പും കാര്യങ്ങളൊന്നും എനിക്കും അറിയത്തില്ല. ഞാനിത് ആദ്യമായിട്ടാണ് അഴിക്കുന്നത് ഇങ്ങനെ ഒരു സാധനം. അപ്പോൾ നമുക്കിത് അഴിച്ച് നോക്കി സെറ്റാക്കി എടുക്കാൻ പറ്റുവാണെങ്കിൽ ഇതിൻ്റെ തുരുമ്പും കാര്യങ്ങളെല്ലാം ഗ്രൈൻഡർ കൊണ്ട് പരമാവധി കളയാൻ പറ്റുന്നത്രയും കളഞ്ഞിട്ട് പുട്ടിയിട്ട് വീണ്ടും ഒന്ന് പെയിൻ്റ് അടിച്ച് സെറ്റാക്കി എടുക്കാനാണ് നമ്മുടെ പ്ലാന്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അതുപോലെ ഇപ്പോൾ ഞാനിപ്പോൾ ആക്രിക്കടയിൽ നിന്ന് 2 സാധനങ്ങളാണ് എടുത്ത് റീസ്റ്റോറേഷൻ വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ മേടിക്കുന്ന സമയത്ത് അത്യാവശ്യം നീറ്റായിട്ട്, അതായത് അതിൻ്റെ പുറമെ കവറിന് പൊട്ടലോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ് നമ്മൾ കൂടുതലായിട്ട് എടുക്കുന്നത്. പുറമെ ചെളിയും കാര്യങ്ങളൊക്കെ ഉള്ളതൊന്നും കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. അതായത് അതിൻ്റെ പുറമേ ഉള്ള കവറിന് അത്യാവശ്യം പെയിൻ്റൊക്കെ പോയതാണെങ്കിലും കുഴപ്പമില്ല. അതായത് ഒരുപാട് ഡാമേജ് ആയി പൊട്ടൽ, ഇപ്പം പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ ഐറ്റം ലൈറ്റ് പോലെയൊക്കെയുള്ള സാധനങ്ങളൊക്കെയാണ് അതിൻ്റെ കവറിന് എന്തെങ്കിലും പൊട്ടലോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ അങ്ങനെ ഇല്ലാത്തതാണെങ്കിൽ നമുക്ക് നന്നാക്കി എടുക്കാൻ വലിയ പാടൊന്നും വരില്ല. നമുക്ക് അതിൻ്റെ ഉള്ളിലെ സാധനങ്ങളൊക്കെ എല്ലാം തന്നെ നന്നാക്കാൻ പറ്റുന്നതായിരിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത ലൈറ്റിന് പ്രത്യേകിച്ച് ഒരു കംപ്ലൈൻറ്റും ഇല്ല. ആ ഒരു ലൈറ്റിൽ 2 ഡയോഡ് മാത്രമായിരുന്നു പോയിട്ടുള്ളൂ, പിന്നെ ബാറ്ററി ഇല്ലായിരുന്നു. ആ ഒരു ബാറ്ററി നമുക്ക് ആ ഒരു സ്ക്രാപ്പ് കടയിൽ നിന്ന് കിട്ടി. ആ ലൈറ്റിൻ്റെ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ട്, അത് കാണാൻ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അതുപോലെ ഈ ത്രാസിൻ്റെ സ്ക്രൂവും കാര്യങ്ങളെല്ലാം ഫുള്ള് തുരുമ്പ് കയറി പോയതുകൊണ്ട് നമ്മൾ വലിയ മസിൽ പിടിച്ചിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ തുരുമ്പ് കയറിയതിൻ്റെ ഹെഡ് ഉപയോഗിക്കുന്ന സ്ക്രൂ നമ്മൾ അഴിക്കുന്നത് ഇതുപോലെയുള്ള കട്ടർ ഉപയോഗിച്ച് അതിൻ്റെ ആ ഒരു ഹെഡിൽ ചെറിയൊരു മൈനസ് പോലെ ഒരു വരയിടും. അത് കഴിഞ്ഞ് സ്ക്രൂ ഡ്രൈവറൊന്നും പയ്യെ തട്ടിയ ചില സ്ക്രൂ ഒക്കെ ഊരി വരാറുണ്ട്. അതല്ലെങ്കിൽ WD-40 കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. അതുപോലെ ഇതുപോലത്തെ ഹാൻഡ് കട്ടർ ഉപയോഗിക്കുന്ന സമയത്തിൻ്റെ സേഫ്റ്റി കാർഡ് കൂടി ഉപയോഗിച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. അപ്പം സ്ക്രൂ ഹെഡിൽ നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു ചെറിയൊരു കട്ടിങ് ഇട്ടു. അത് കഴിഞ്ഞിട്ട് അവിടെ നമ്മൾ സ്ക്രൂ ഡ്രൈവർ വെച്ച് ഒന്ന് പയ്യെ ഒന്ന് ചുറ്റിക്ക് അടിക്കും. 2 അടി അടിച്ച് കഴിഞ്ഞിട്ട് പയ്യെ തിരിച്ചാൽ മിക്കതും തന്നെ അഴിഞ്ഞ് വരാറുണ്ട്. അപ്പോൾ ഇതിൽ തുരുമ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് നമുക്ക് ഒന്നെങ്കിൽ ഈ രീതി ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് WD-40 ഉപയോഗിക്കാം, അല്ല പിന്നെ ഹീറ്റ് ചെയ്ത് ചെയ്യുന്ന രീതിയുണ്ട്. ഇനി ഈ പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങളൊക്കെയാണ് നമുക്കിങ്ങനെ ഒരുപാട് ഓവറായിട്ട് അടിക്കാൻ പറ്റില്ലാത്തതാണെങ്കിൽ സോൾഡിങ്ങാണ് അതിൻ്റെ ആ ഒരു ഹെഡിൻ്റെ സ്ക്രൂവിൻ്റെ ഹെഡിൻ്റെ ഭാഗത്ത് നിന്ന് കുറച്ചേരം കുത്തിപ്പിടിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ സ്ക്രൂ ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രൂ ഒക്കെ അഴിച്ചെടുക്കാൻ പറ്റും.
അപ്പോൾ ഇത് അഴിച്ചു നോക്കിയ സമയത്ത് ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥ ഈ കാണുന്ന രീതിയിലായിരുന്നു. ഇതിൻ്റെ വയറും കാര്യങ്ങളെല്ലാം എലി കയറി വെട്ടി കളഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ആ ഒരു മെയിൻ ബോർഡ്, ആ ബോർഡിനും ചെറുതായിട്ട് തുരുമ്പും കാര്യങ്ങളും കയറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും സാധനങ്ങളൊക്കെ കംപ്ലയിൻ്റ് ആയാലും നമുക്കത് ലോക്കലായിട്ട് അങ്ങനെ കിട്ടുന്നതല്ല. എന്തായാലും നമ്മൾ ഇത്രയും പാട് അഴിച്ച സ്ഥിതിക്ക് നമ്മൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളൂ ഓണാക്കി എടുക്കാൻ പറ്റുമെന്ന്. അതുപോലെ ഇതിൻ്റെ ബാക്കിലായിട്ട് റൗണ്ടിൽ ചെറിയൊരു ഹോൾ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തോടായിരിക്കും എലി കയറിയത്. പിന്നെ എലി കയറി ഇതിനകത്ത് ഡിസ്പ്ലേയിലേക്കുള്ള മെയിൻ കേബിൾ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ അതാണ് നമുക്കിതിനകത്ത് ഏറ്റവും വലിയ ടാസ്ക് വരുന്നത്. ഇതിനകത്ത് എല്ലാം സെയിം കളർ വയർ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് കൊടുത്തെങ്കിൽ മാത്രമാണ് ആ ഡിസ്പ്ലേ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് അതാണ് ഏറ്റവും വലിയ ടാസ്ക് വരുന്നത്. പിന്നെ ഇതിൻ്റെ പവർ കേബിളും ഫുള്ള് കട്ട് ചെയ്തിട്ടേക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ നോക്കാതെ ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥ എന്താണെന്ന് അറിയാതെ ഒരിക്കലും നമ്മളിങ്ങനെ ഇത് കറണ്ടിൽ കൊണ്ട് കുത്തരുത്. അപ്പോൾ ഇതിൻ്റെ മെറ്റൽ ബോഡി ആയതുകൊണ്ട് തന്നെ ഷോക്ക് അടിക്കാനൊക്കെ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമ്മൾ കിട്ടുന്ന സമയത്ത് ആദ്യമേ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അഴിച്ച് നോക്കുക. എന്നിട്ട് മാത്രം ഓക്കെ ആണെങ്കിൽ മാത്രമാണ് അത് കറണ്ടിൽ കണക്ട് ചെയ്യാവുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യമേ ഇതിൻ്റെ ഡിസ്പ്ലേ സെറ്റാക്കിയിട്ട് മാത്രമാണ് ബാക്കിയുള്ളതൊക്കെ ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേയിലേക്ക് 2 ലെയറായിട്ടാണ് വയർ കണക്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കിതിനകത്ത് ഏറ്റവും കൂടുതൽ പാടായേക്കണേ. അപ്പോൾ നമുക്കിത് നേരിട്ട് ജോയിൻ ചെയ്യാൻ പറ്റില്ല. അതിന് കുറേ കൂടെ നീളം ഉണ്ടായിരുന്നു. അത് ഫുള്ള് ജോയിൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഡിസ്പ്ലേയുടെ വയറും കാര്യങ്ങളെല്ലാം ജോയിൻ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ എല്ലാം ഓണായി വരുന്നുണ്ട്. അപ്പോൾ മെയിൻ ബോർഡിന് വലിയ കംപ്ലയിൻ്റ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. സാധനം എന്തായാലും ഓണായി വരുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ സെൻസറിൻ്റെ കേബിൾ കൂടി ജോയിൻ ചെയ്യാനുണ്ട്. അപ്പോൾ അതും കട്ട് ചെയ്ത് കളയുന്നുണ്ട് ഫുള്ളായിട്ട്. എന്തായാലും ഇത് ഓണായി കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഇതൊന്ന് കഴുകി ക്ലീൻ ആക്കിയിട്ട് ബാക്കിയുള്ള എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതുപോലെ ഇങ്ങനെയുള്ള ബോർഡുകളൊക്കെ കഴുകുന്ന സമയത്ത് നന്നായിട്ട് ട്രൈ ആയി കഴിഞ്ഞിട്ടാണ് വീണ്ടും ഓണാക്കി നോക്കാവുള്ളൂ. അതുപോലെ ഇതിൻ്റെ പവർ സപ്ലൈക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറാണ്. അപ്പോൾ അതിലേക്കൊന്നും ഓവറായിട്ട് വെള്ളമൊന്നും കയറാതെയൊക്കെ നോക്കണം. അപ്പോൾ ഇത് ഫുള്ളെല്ലാം അഴിച്ച് ക്ലീനാക്കി നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് വീണ്ടും. അപ്പോൾ ഇതിൻ്റെ കട്ട് ചെയ്ത വയറെല്ലാം നമ്മൾ വീണ്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. സെൻസറിലേക്കുള്ള വയറെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്കിത് ഓണാക്കി എടുക്കാൻ മാത്രമാണ് പറ്റിയിട്ടുള്ളൂ. ഇതിൻ്റെ ഫ്രണ്ടിലെ സ്വിച്ചുകളൊന്നും വർക്കാവുന്നില്ല. അതുപോലെ തന്നെ വെയിറ്റ് സെൻസ് ചെയ്യുന്ന അവിടെ നമ്മൾ ബലമൊന്നും കൊടുക്കും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുന്നില്ല. ഇതിൻ്റെ മെയിൻ ബോർഡിൽ കുറേ സാധനങ്ങളൊക്കെ എല്ലാം തുരുമ്പ് കയറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഡാമേജ് ആയതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇതിന് ഇനി ഓവറായിട്ട് വലിയ മെനക്കെട്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല. എന്തായാലും നമുക്ക് ഓണാക്കി എടുക്കാൻ പറ്റി. അതുപോലെ ഞാൻ ഈ ഒരു ചാനൽ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന കൂടുതൽ ആൾക്കാരെല്ലാം വേറെ ജില്ലക്കാരൊക്കെ. അങ്ങനെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന ഒരാളെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. ഇവിടെ അല്ലേ വീട്? കുളമാവ്. കുളമാവിലല്ല ഞാൻ പറഞ്ഞത് ടീച്ചറാ നവോദയയില്. ടീച്ചറാ? അപ്പം എന്താ ഞങ്ങളിവിടെ വന്നതാ. ഞങ്ങള് നാട്ടിൽ പോകും. പാലക്കാട്. പാലക്കാടാണ് വീട്? പാലക്കാട് തൃത്താല. ഇവിടെ നവോദയയിൽ നിന്ന് പഠിക്കുന്നു? അല്ല, ഞാൻ ഇവിടെ HP-ലാ. എത്ര ക്ലാസ്സിലാ? 7. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് എന്നെ ആദ്യമായിട്ട് മനസ്സിലാക്കുന്ന ഇവനാണ്. പേര് ഡാനിഷ് എന്നാണ്. ഇലക്ട്രോണിക്സും കാര്യങ്ങളെല്ലാം പഠിക്കാൻ ഒരുപാട് താല്പര്യമുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം സംസാരിച്ചു. അതുപോലെ ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്ന റീസ്റ്റോറേഷൻ വീഡിയോ ആണ്. ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു റീസ്റ്റോറേഷൻ വീഡിയോ ഇനിയും ചെയ്യണം. ഇനി അടുത്തൊരു റീസ്റ്റോറേഷൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.